ഇപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ പലതും ചെയ്തവരൊക്കെ ഇപ്പോഴും വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുകയാണ്. അതായത് ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങളെല്ലാവരും ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്, എനിക്ക് ആ ബിസിനസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള കാരണം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, ദുബായിൽ വെച്ച് ലൈവൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇതിനിടയ്ക്ക് വന്ന് പറയുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പോകുന്നവളല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചേച്ചിയുടെ പഴയ വീഡിയോസ് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. അതായത് പച്ചയിൽ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. അതായത് ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത്രയും വലിയ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും ചിന്തിക്കാതെ ഇവരൊക്കെ പലതും ചെയ്തു. ഇന്നിപ്പോഴും മക്കളൊക്കെ വളർന്നപ്പോൾ ഇവർക്ക് അതിൻ്റെ അപകടം മനസ്സിലായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2 പെൺമക്കളാണ്, അതുപോലെ ഒരു ആൺകുട്ടിയുണ്ട്, അതുപോലെ ചിലർക്കെന്ന് പറഞ്ഞാൽ 2 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പഴയകാല വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇവർക്ക് ആകെ നാണക്കേട് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോഴും പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും വന്നിട്ട് വെളുപ്പിക്കാൻ നോക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ആവുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ കണ്ണീരിനും മറ്റേതിനും ഒരു പുല്ല് വില പോലും ഓരോ ആൾക്കാർ കൽപ്പിക്കൂല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആവാத കാലത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഡീസൻ്റായിരുന്നു വളരെ, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ദുബായിൽ ആ പണി ചെയ്തിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ ഈ പണി ചെയ്തിട്ടല്ല. ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടാ. അതായത് കുറേ നാൾ മുമ്പ് മതം മാറിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നമാക്കി വെച്ച ഒരു നടിയുണ്ടല്ലോ, എന്നായിട്ട് പേര് നടിയല്ല, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ വരെ വന്നിട്ട് ചിലപ്പോഴും നാളെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയും. അതായത് അവർ പറയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല, ആ കാണുന്നതൊക്കെ ചെയ്യാന്ന് അവരും പറയുമായിരുന്നു. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് കാലം അങ്ങനെയാണ് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തുണിയഴിച്ച് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ ചാനലുകൾ കയറി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പലരും ഇപ്പോഴും എനിക്ക് സങ്കടം തോന്നി. ഒരു സ്ത്രീ അവിടുന്ന് അവരിപ്പോഴും അടുത്തൊരു നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ച് അവർ പറയുന്നത് എനിക്ക് ദുബായിൽ ബിസിനസ് ആണെന്നാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്നിട്ട് ഇപ്പോഴും അവർ പറയുകയാണ്, അതായത് എനിക്ക് പിന്നെ ദുബായിൽ ബിസിനസ് ആണ്, അത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിക്കും. കാരണം ഒരുപാട് പേര് ദുബായിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങൾക്ക് പോയി ജോലി ചെയ്യുന്നില്ലേ? ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ഇങ്ങനെ പറയുന്നത്? അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഭവങ്ങളുണ്ട്. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി അർമാദിച്ചവരാണ് ഇവരൊക്കെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും കാണൂല, ഇത് നാട്ടിലേക്ക് വരില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കോപ്പി ഇടത്തേക്ക് വരില്ല എന്ന് കരുതിയിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അറമാദിച്ചതിൻ്റെ വിഷമാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ വന്ന് നോക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ജീവിക്കണം, കല്യാണം കഴിക്കണം, മക്കളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരെല്ലാം മക്കൾ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. എല്ലാവരും നാട്ടുകാരെന്തു പറയും, വീട്ടുകാരെന്തു പറയും. ഞാൻ പറഞ്ഞല്ലോ, ഈ മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെയുള്ള പണിക്ക് പോയിട്ടല്ല ജീവിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചാനലുകളിലും വന്നിട്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ്. അതായത് നമ്മൾ വിശ്വസിച്ചു പോകും, ഞാൻ വരെ വിശ്വസിച്ചു പോകും. ഞാൻ ഇതിനിടയ്ക്ക് ഇതേപോലെ തന്നെ അയ്യോ നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീയെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു. എൻ്റെ പൊന്നു മക്കളെ, കുറച്ച് കഴിയുമ്പോഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുതുര വീഡിയോസ് നോക്കുമ്പോഴെന്താ പറയുക, ചേട്ടാ ഇത് കാണ് അത് കാണ്. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കൂല, അമ്മാതിരി നടന്ന്. അതായത് കേൾക്കാൻ കഴിയാതത്ര വൃത്തികേടാണ് പറയുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ മക്കളെ വളർത്താനാണ് അല്ലെങ്കിൽ ഭർത്താവില്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, കൂലിപ്പണിക്ക് പോയിക്കൂടെ? അതായത് ഇവിടെ എത്രയും അമ്മമാർ ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിൻ്റെ പണിയും മണ്ണിൻ്റെ പണിയും ഇതൊക്കെ എടുത്തിട്ട് എത്ര അമ്മമാർ മക്കളെ വളർത്തുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ഒരു 10 വീട്ടിൽ ജോലിക്ക് പോയാൽ മതിയല്ലോ. ഒരു 10 വീട്ടിൽ ജോലിക്ക് പോയാൽ തന്നെ അത്യാവശ്യം സമ്പാദിക്കാൻ കഴിയും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, ഒരു കടയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സമ്പാദിക്കാൻ കഴിയും. അപ്പം അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉള്ളപ്പോൾ ഇതുപോലെയുള്ള നാണം കെട്ട പരിപാടിക്ക് പോയത് കൊണ്ടല്ലേ ഇന്ന് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിലും വലിയൊരു കുഴിയിലാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാർ കൂടി ഇപ്പോൾ അറിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഈ അടുത്ത കാലത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ദുബായിലൊക്കെ ഉള്ള ഇപ്പോഴും ലൈവൊക്കെ ഇടും. അവർ ലൈവൊക്കെ ഇട്ടിട്ട് വലിയ ഇതൊക്കെ പറഞ്ഞ് എന്താ വേണ്ടേ ഒരു ഇത്
അവരാണ് പറയുന്നത് ഞാൻ അങ്ങനെ പോകാറില്ല, ഞാൻ അങ്ങനെ പോയി ഇതില്ല, എനിക്കങ്ങനെ പൈസ മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ വേറൊരു വീഡിയോയിൽ പറഞ്ഞ ഇതാണ്, എന്നെ 4-5 പേർ ചേർന്ന് റാസൽ കൈമയിൽ കൂട്ടിക്കൊണ്ടുപോവുകയും ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അവിടെ എത്തുമ്പോഴേക്ക് 2 ആളായി, പിന്നീട് 3 ആളായി, 4 ആളായി, അവസാനം എന്ന് പറഞ്ഞാൽ കാശും തരാതെ എന്നെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഞാൻ ഡെയിലി 2 പേക്ക് അടിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ നടക്കുകയും അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് ദേണ്ടേ നിൻ്റെ അമ്മയുടെ ഫോട്ടോ ഇതാ, ദേണ്ടേ നിൻ്റെ അമ്മയുടെ മറ്റേ ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ പിള്ളമാർക്ക് പറയാൻ കഴിയും അമ്മ അവിടെ ബിസിനസ് പിടിക്കുന്നതാണ്. ഈ സ്ത്രീ അതാ പറയുന്നത് എൻ്റെ ഷോപ്പിലേക്കുള്ള ബിസിനസ് പിടിക്കും. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് ബിസിനസ് പിടിക്കോളോ? നമ്മൾ ആരെങ്കിലും പറയാം നിൻ്റെ ഇതാണ്, നിൻ്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബിസിനസ് പിടിക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല എന്താ നമ്മൾക്ക് പറ്റിയത്, നമ്മുടെ മലയാളികൾക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല. പണ്ടൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാണം കെട്ട് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാണക്കേട് ആ പൈസ തീർക്കുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല മക്കളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സാധനത്തിൽ എന്ന് പറഞ്ഞാൽ ഏത് ആളുടെ വേണമെങ്കിലും ഇവിടെ എത്തും. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഏതാളുടെ വേണമെങ്കിലും ഇവിടെ എത്തും എന്ന് പറഞ്ഞാൽ എയും വരും കേട്ടാ, AI വരും, അതുപോലെ തന്നെ വ്യാജം വരും, ഇതൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ നല്ലതും ഉണ്ട്, ചീത്തയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചാനലുകൾ, ഓൺലൈൻ ചാനലുകൾ, ഇതിനിടയ്ക്ക് ആ സ്ത്രീ വന്നിട്ട് 4 ചാനലിനെങ്ങാറ്റാ കയറിയത് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സീറ്റില്ല. അതായത് അത്രയും ആൾക്കാരാണ് വെളുപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ വരുന്നത്. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ അവസ്ഥ നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ കാണുമ്പോഴാണ് ഇവരൊക്കെ എത്രമാത്രം തരം താഴ്ന്നിട്ടാണ് ജീവിച്ചത് എന്ന് മനസ്സിലാകുന്നത്. അതായത് ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത തരത്തിൽ. അതിൽ നല്ല ഞാൻ പറഞ്ഞല്ലോ, കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അന്തസ്സുണ്ടായിരുന്നു. അതായത് കൂലിപ്പണി എടുത്തിട്ട് മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തല കുനിക്കേണ്ടി വരില്ല. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ മക്കളുടെ മുന്നിലൊക്കെ തല കുനിച്ചിട്ട് നടക്കേണ്ടി വരുന്ന എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം നാണം കെട്ട പരിപാടികളാണ് ചില ആൾക്കാർ ചെയ്തിരിക്കുന്നത്. എന്നിട്ടിപ്പോഴും നുണ പറയുകയാണ്, ഞാൻ ചെയ്യാറില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇതെൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ വെറുതെ പറയുന്നതാണ്, എല്ലാവരും ചോദിച്ചപ്പോഴും ഞാൻ പറയുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നതാണ്, ഇങ്ങനെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വന്ന് ചില ആൾക്കാർ അങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. അത് അധികം വൈകാതെ വരുവാണെന്ന്. അതായത് ഇനിയും ഒരുപാട് പേര് ഇത് ആഘാതത്തിൽ നിന്ന് വരാനുണ്ട്. കാരണം എന്താ വെച്ചാൽ രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് പിന്നെ മുടി ഉണക്കുന്നതും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് സാരി ഉടുക്കുന്നതുമായ ഒരുപാട് ടീമുകളുണ്ട്. മക്കൾ വളർന്നു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ആ മക്കൾ പറയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങളെ വെറുതെ വിടത്തില്ല. അതായത് നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കാൻ പോവുക ചെയ്യുന്നത്. ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ ഈ മക്കളെ ഓർത്തിട്ട് കണ്ണീര് കുടിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൃഥ്വിരാജിൻ്റെ, ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു, പൃഥ്വിരാജിൻ്റെ പാവാട എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ആശാ ശരത്താണ്. ആശാ ശരത്തിൻ്റെ കഥാപാത്രം ചെയ്ത ഒരു ചെറിയൊരു ഫാൾട്ട്, അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം മുടിഞ്ഞു പോയത് എന്നാണ് ആ സിനിമയിലെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് തുണിയഴിച്ച് അപരാധിച്ചവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഇപ്പോൾ. നന്ദി, നമസ്കാരം. ഒന്ന് ഹൈപ്പ് ചെയ്ത് കള, ഷെയർ ചെയ്ത് കള. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലും ഉപകാരപ്പെടുന്നില്ല വിചാരമൊന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം.